നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ബ്ലാക്ക് കാർഡമം, 2 നമ്മുടെ സാദാ ഏലയ്ക്ക, പിന്നെ 2 ചെറിയ കഷ്ണം പട്ട, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവോളയും ഒരു ചെറിയ സവോളയുടെ പകുതിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അതും അങ്ങ് മിക്സ് ചെയ്യാണ്. ഇനി 3-4 പച്ചമുളക് ഇതുപോലെ അങ്ങ് പൊട്ടിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ചു. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പേസ്റ്റ് ചേർക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ പേസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ടേബിൾ സ്പൂൺ ആണ് കേട്ടോ മുളക് പൊടിയും മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തു. ഇനി ഇത് 4 തക്കാളി അരച്ചത് അതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം തുറന്നു നോക്കി നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും അങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് കസൂരി മേത്തി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്തു. ഇനി കുറച്ച് ഉപ്പ്, ഗരം മസാല ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുത്തു. 1/2 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ ഇത്. നല്ലതുപോലെ അങ്ങ് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഒരു 5 മിനിറ്റ് അങ്ങ് അടച്ച് വയ്ക്കാം. എന്നിട്ട് ഒന്ന് തുറന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വീണ്ടും 2 മിനിറ്റ് കൂടെ അടച്ച് വെച്ചു. വീണ്ടും തുറന്നിട്ട് ഒന്നുകൂടെ അങ്ങ് ഇളക്കി യോജിപ്പിക്കുകയാണ്. വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ അടച്ചു വെച്ചു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മല്ലിയില തൂകി നല്ല സൂപ്പർ ടേസ്റ്റാണ്, കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ ഇതും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ വരുന്ന ആ ബെല്ലെന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. പിന്നെ ആ ഓളെന്ന ഓപ്ഷൻ ഇടുന്നു എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ.